സ്പെഷ്യലായിട്ട് പ്യുവർ കോട്ടൺ ഫാബ്രിക്, അത് ജയ്പൂർ കോട്ടൺ ആട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റുകൾ വന്നേക്കുന്ന ടോപ്പ്. എയർലൈൻ കൺസെപ്റ്റിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത്. എല്ലാ ഷെയ്ഡും തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡുകളാണ്. നമ്മൾ സാധാരണ കാണുന്ന ഷെയ്ഡുകൾക്കകത്ത് നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്ലൂ അല്ല, ലൈറ്റ് ഒരു നമ്മളൊരു പേസ്റ്റൽ ബ്ലൂ എന്ന് പറയാം. അതിനകത്തേക്ക് ഒരു ഡസ്റ്റി ഒരു ഓഫ് വൈറ്റ് കളറിലെ ഒരു പ്രിന്റുകളാണ് വന്നേക്കുന്നത്. യോക്ക് പോർഷൻ്റെ ഇവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടൊരു പാച്ചാണ് കൊടുത്തേക്കുന്നത്. താഴേക്കായിട്ട് ഗ്യാദേഴ്സ് വരുന്നുണ്ട്, മിറർ വർക്ക് വരുന്നുണ്ട്. അത് ഒത്തിരി ഇത് എടുത്ത് കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ത്രെഡ്സ് വെച്ചിട്ടല്ലേ അത് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇത് ആ സെയിം കളറിലെ ത്രെഡ്സ് വെച്ചിട്ടാണ് അതിനകത്ത് മിറർ വർക്ക് അതിന് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ത്രെഡ്സ് യൂസ് ചെയ്തേക്കുന്നത് സ്ലീവിൻ്റെ എൻ പോർഷനിലേക്കും യോക്കി കൊടുത്തേക്കുന്ന സെയിം പാച്ച് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ആ സെയിം കളറിലേക്ക് ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒത്തിരി ഇത് എടുത്ത് അറിയുന്നുണ്ടാകുകയില്ല. അത്യാവശ്യം നല്ലൊരു ഫ്ലെയറിലേക്കാണ് വരുന്നത്. കോട്ടൺ ലൈനിങ് ഇതിനോട് അറ്റാച്ച്ഡ് ആണ്. 830 റേറ്റിലേക്കാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. നല്ല സൂപ്പറായിട്ട് വന്നേക്കുന്ന ഫിറ്റിംഗ് ആണ്. ഞാനിപ്പോൾ ഇതിനകത്ത് ലാർജ് സൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. ബാക്കിലേക്ക് വരുന്നത് പ്ലെയിൻ എയർലൈൻ കട്ടിങ്ങിലേക്ക്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നമ്മുടെ മസ്റ്റർഡ് യെല്ലോ കളറിലേക്ക് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന പ്രിന്റുകൾ ഇതിനകത്തേക്ക്. ഒത്തിരി ഒരു ഓവറായിട്ട് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡുകളല്ല ഇതിനകത്ത്. ഇപ്പോൾ ഈ ഒരു ബ്ലൂവും ഈ യെല്ലോയും വന്നേക്കുന്നത് കുറച്ചൊരു ഡസ്റ്റി ചാർട്ടിലേക്കാട്ടോ. ഇതിൻ്റെ പ്രൈസ് നമ്മൾ വന്നേക്കുന്നത് 830. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ട് വന്നേക്കുന്ന ഷെയ്ഡാണ്. നമ്മുടെ വയലറ്റും പർപ്പിൾ കളറും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് വൈറ്റ് കളറിലെ പ്രിന്റുകളും കൂടെ വന്നപ്പോഴത്തേനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വന്നേക്കുന്നത്. 47 ഇഞ്ചസ് ലെങ്തിലേക്ക് ടോപ്പ് വരും. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നുണ്ടല്ലോ കുറച്ച് വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. നമ്മുടെ ഒരു റെഡിഷ് പീച്ച് എന്ന് പറയാം കേട്ടോ. നിയോൺ പീച്ചിനെക്കാട്ടിലും കുറച്ചും കൂടെ റെഡ് മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇടാൻ വേണ്ടിയിട്ടാണ് ഈ സമ്മറിലേക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. പ്യുവർ കോട്ടൺ ആട്ടോ. നമുക്ക് സാധാരണയൊക്കെ ചിലപ്പോഴൊക്കെ വരുന്നതിനകത്തൊക്കെ കുറച്ചൊക്കെ ഒരു മിക്സിങ്ങും കൂടെ ഉണ്ടാവാറുണ്ട് പോളിസ്റ്ററിൻ്റെ. ഇത് പക്ഷേ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് അതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാതാ വീവിങ്ങും കൂടെ വന്നേക്കുന്നതാണ്. അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അത്രയും ഒരു സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക്കും കൂടെയാണ്. വേഗം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ കയറി ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളാം.